ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അടുക്കളയിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട്. ആ ഒരു ഹാബിറ്റ്സ് കൊണ്ടാണ് എൻ്റെ അടുക്കള എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത്. ആ ഏതൊക്കെയാണ് ഹാബിറ്റ്സ് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ ഒന്നാമത്തെ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിങ്കിൽ പാത്രങ്ങൾ വലിച്ചു കൂട്ടി ഇടാതിരിക്കുക. അതായത് സിങ്കിൽ പാത്രങ്ങൾ നിറച്ചിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് സിങ്കിലിട്ടുക. പിന്നെ ഉച്ചയ്ക്കുള്ളത് അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കഴുകുക എന്നുള്ള രീതിയിൽ നമ്മൾ സിങ്ക് നിറഞ്ഞ് അവസാനം സിങ്കിന് പുറത്തോട്ടും ഉള്ള ഭാഗത്ത് നമ്മൾ പാത്രങ്ങൾ കുത്തിത്തിരികെ വെക്കില്ലേ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇടാതിരിക്കുക. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഹാരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് പാത്രങ്ങൾ കാണുമല്ലോ. അപ്പം ആ ഒരു ടൈമിൽ അതങ്ങ് കഴുകി വെക്കുക. ശേഷം രാവിലത്തെ ആഹാരം കഴിച്ച ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ, അത് ആ ടൈമിൽ അങ്ങ് കഴുകി വെക്കുക. ശേഷം ഉച്ചക്കലത്തെ ആഹാരം ഉണ്ടാക്കുമ്പം ആ ടൈമിലുള്ള പാത്രങ്ങൾ അപ്പോൾ കഴുകി വെക്കുക. അങ്ങനെ കഴുകി വെക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് പാത്രം കഴിയുമെന്നും തോന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ പാത്രം കൂടിക്കിടന്നുള്ള ആ ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അപ്പോൾ ഉള്ള പാത്രങ്ങൾ കഴുകി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നും. നമ്മൾ സിങ്കിൽ എപ്പോഴും പാത്രങ്ങൾ ഇട്ടിട്ട് കഴുകാതിട്ട് വെക്കുമ്പോൾ നമ്മുടെ കിച്ചൺ ഒരിക്കലും നീറ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചൻ്റെ സിങ്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമല്ലേ കിച്ചൺ സിങ്ക്. പക്ഷേങ്കിൽ നമ്മളത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടാറ് അധികം ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മിനിമം ഒരു തവണയെങ്കിലും നമ്മൾ ഈ കിച്ചൻ്റെ സിങ്ക് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതായത് അതിനുവേണ്ടി നമ്മളൊരു ബ്രഷ് മാറ്റി വെക്കുക. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ഇടുക. അപ്പോൾ നമ്മളിപ്പം എല്ലാ ദിവസവും വെള്ളം വീഴുന്നതല്ലേ എന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ വെള്ളം വീഴുന്നതനുസരിച്ചും അഴുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും മിനിമം നമ്മൾ വൃത്തിയാക്കി വെക്കുക. ഈ മൂന്നാമത്തെ ടിപ്പ് നോക്കിയാലോ? നമ്മൾ ആഹാരം പാചകം ചെയ്ത ശേഷം എന്തായാലും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. കൗണ്ടർ ടോപ്പിൽ നമ്മളിപ്പം ആഹാരം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തായാലും അവശിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളത് എപ്പോഴും ക്ലീനായിട്ട് വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ പ്രാണികൾ, പാറ്റ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും നമ്മുടെ അടുക്കളയിൽ വരാതിരിക്കും. അപ്പോൾ നമ്മൾ അത് നീറ്റ് ആൻഡ് ക്ലീനാക്കി എപ്പോഴും വെക്കുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിന് ചേർക്കുന്നത് വെള്ളവും വിനാഗിരിയും പിന്നെ നമ്മുടെ വിം ലിക്വിഡില്ലേ അതും ചേർത്തിട്ടാണ് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതാണ് സ്പ്രേ ചെയ്യുന്നത്. എന്നിട്ട് ഈ വൈപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കിച്ചണിൽ ആ കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ അഴുക്കും നമ്മുടെ ഒരു വേസ്റ്റ് ബിന്നിലോട്ട് ഞാൻ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിപ്പം പാചകം ചെയ്ത ശേഷമാണ്, എല്ലാ പാചകവും തീർന്ന ശേഷം നമ്മൾ ക്ലീൻ ചെയ്താൽ മതിയാകും. ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളുടെ ആ സൈഡിലുള്ള ഭിത്തിയിലും എന്തായാലും പാചകം ചെയ്യുമ്പം അത് പ്രത്യേകിച്ച് ഗ്യാസ് വെച്ചേക്കുന്ന ഭാഗത്തെന്ന് വെച്ചാൽ നല്ലപോലെ ഈ എണ്ണ ഒക്കെ നമ്മൾ കടുക് പൊട്ടിക്കുന്ന എണ്ണയും കാര്യങ്ങളും ഒക്കെ തെറിച്ച് വീണിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിടുക. നമ്മളെപ്പോഴും കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ വൈപ്പ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെള്ളമയം അപ്പോൾ തന്നെ നമുക്ക് അങ്ങ് പോകും. അല്ലാതെ ഇങ്ങനെ തുടച്ച് കഴിയുമ്പോൾ കുറച്ച് ബാക്കി കാണും. അപ്പം ഞാൻ ചെയ്യുന്നത് ആദ്യം ഒന്ന് വൈപ്പ് ചെയ്ത് ആ കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ വേസ്റ്റും ഒരു ബക്കറ്റിലോട്ട് മാറ്റിയ ശേഷം ഒന്ന് സൊല്യൂഷൻ ഒഴിച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും. അതിനുശേഷമാണ് തുണി ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത്. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി എല്ലാ സാധനങ്ങളും നമ്മൾ ഷെൽഫിൽ നിന്ന് എടുത്ത ശേഷം അത് തിരിച്ച് അതുപോലെ വെക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക സ്പേസ്, എല്ലാ അടുക്കളയിൽ എന്ത് സാധനങ്ങൾക്കും ഒരു പ്രത്യേക സ്പേസ് ഉണ്ടായിരിക്കണം. ആ സ്ഥലത്ത് തന്നെ അത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ സാധനം തിരഞ്ഞു പിടിക്കേണ്ട അവസ്ഥ വരില്ല. നമുക്ക് ആ ഭാഗത്തു നിന്ന് ആ സാധനം എടുത്താൽ മതി. അപ്പോൾ പിന്നെ മാത്രമല്ല, നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുപ്പി എടുത്ത് നമ്മളത് ഉപയോഗിച്ച് അതിൽ ഇപ്പം മഞ്ഞൾപ്പൊടി എടുത്താൽ അതിൻ്റെ ആ അരിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പം പറ്റിപ്പിടിച്ചിരിപ്പം ഉണ്ടായിരിക്കും. അത് മൊത്തം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ കിച്ചൺ ക്ലീൻ ആവും.
ഇത് വെച്ചാൽ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം എന്തെങ്കിലും ഒരു ആഘോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വരുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിലെടുത്ത് ഈ ബോട്ടിൽസ് ഒന്നും ക്ലീൻ ചെയ്യേണ്ടി വരില്ല. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ബോട്ടിൽസ് ഒന്നും ഞാൻ ഒരുമിച്ചെടുത്ത് വെച്ച് കഴുകാറില്ല. അപ്പോൾ തീരുന്ന ബോട്ടിൽസ് അപ്പം നമ്മൾ ആഹാരം ഇപ്പം എന്താ മഞ്ഞൾപ്പൊടി തീരുന്നതെന്ന് വെച്ചോ, ആ സമയത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ ബോട്ടിൽ യൂസ് ചെയ്യും. അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടായിരിക്കണം. അതിന് സാധാരണ വേസ്റ്റ് ബിൻ അല്ല, ഒരടപ്പുള്ള വേസ്റ്റ് ബിൻ ഉണ്ടായിരിക്കണം. അത് ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കിച്ചൺ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. അടുത്തത് പാചകത്തിന് വേണ്ടി മിക്സി ഒരു ദിവസം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം തന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പല ദിവസങ്ങളിലായിട്ട് ക്ലീൻ ചെയ്യാതിരുന്ന് കഴിയുമ്പോഴാണ് ഇതിൽ ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ചിട്ട് നല്ല കറ പോലെ ആവുന്നത്. അന്നെന്നുള്ളത് അന്നന്ന് നമ്മൾ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അഴുക്കൊന്നും അധികം പിടിക്കില്ല. അപ്പം ഇന്ന് ഞാൻ മിക്സി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അന്നേരം തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് തുടച്ച് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മെനക്കെടുത്താൽ മതി. കാരണം എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഈ ക്ലീനിങ്ങിന് വേണ്ടി മുടക്കുന്നത്. അല്ല നമ്മളിപ്പം 5-6 ദിവസം നമ്മൾ വൃത്തിയാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെന്താണ് ഇതിന് വേണ്ടി മണിക്കൂറുകൾ ചിലവാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കിച്ചൺ വേഗത്തിൽ ക്ലീൻ ആക്കാൻ ഈ ഒരു ഹാബിറ്റ് നമ്മളെ സഹായിക്കും. അടുത്ത ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റൗ ക്ലീനിങ് ആണ്. നമ്മൾ ആഹാരമൊക്കെ പാചകം ചെയ്ത ശേഷം എന്തായാലും അവിടെ അഴുക്കൊക്കെ വീണ് കാണും. നമ്മളപ്പം ദിവസവും ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മളൊന്ന് തുടച്ചെങ്കിലും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കെങ്കിലും ഒന്ന് തുടച്ചെങ്കിലും കളയാനൊന്ന് ശ്രമിക്കുക. ഇങ്ങനെ സോപ്പിട്ട് കഴുകണമെന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഒരു നല്ല തുണി ഉപയോഗിച്ചൊന്ന് തുടച്ച് വേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ അടുക്കള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ഇരിക്കും. നമ്മളിപ്പം ഏതെങ്കിലും ഒരു അടുക്കളയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കഴിയുമ്പം അവിടെ എപ്പോഴും വൃത്തിയായിട്ട് അല്ലെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണെന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ അത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഒരാൾ കഷ്ടപ്പെട്ട് അത് ചെയ്താൽ മാത്രമേ അത് അങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വൃത്തിയാകണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്താലേ നമ്മുടെ അടുക്കളയും ക്ലീൻ ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ എത്ര നമ്മൾ അഴുക്കി വെച്ചാലും ഇങ്ങനെ തന്നെ തിരിച്ച് വൃത്തികേടായിക്കൊണ്ടിരിക്കും. പിന്നെയും നമ്മുടെ ഈ ഒരു ഹാബിറ്റൊക്കെ കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് പറ്റുന്നത്. അല്ലാതെ എപ്പോഴും നമുക്ക് പെർഫെക്റ്റായിട്ട് വെക്കാൻ പറ്റില്ല, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും അടുക്കള നമ്മൾ തൂക്കും. പക്ഷേ തൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മോപ്പ് ചെയ്ത് വിടുക. അതായത് അടുക്കള മാത്രം ഒന്ന് തുടച്ച് എല്ലാ ദിവസവും പാചകത്തിന് ശേഷം ഒന്ന് തുടച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ഇരിക്കും. ഇത്രയും ഹാബിറ്റ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുക്കള ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.